കൊച്ചിയിൽ ടാങ്കറിലൊഴി വഴി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന് സെസ് ഏർപ്പെടുത്താൻ ഭൂഗർഭ ജല വകുപ്പിന്റെ നീക്കം. 1000 ലിറ്ററിന് 20 മുതൽ 30 രൂപ വരെ സെസ്സായി ഈടാക്കിയേക്കാം. കുടിവെള്ള സ്രോതസ്സുകളിൽ മീറ്റർ സ്ഥാപിക്കുന്നതടക്കമുള്ള ശുപാർശകൾ സർക്കാരിന് സമർപ്പിച്ചു. കാക്കനാട്ടെ DLF ഫ്ളാറ്റിൽ കുടിവെള്ളത്തിലൂടെ അസുഖബാധയുണ്ടായ സാഹചര്യത്തിലാണ് ടാങ്കർ വഴിയുള്ള ജലവിതരണം കുറ്റമറ്റതാക്കാനുള്ള നടപടി ഉണ്ടാകുന്നത്. നിലവിൽ നഗരത്തിൽ കുടിവെള്ള ടാങ്കറുകൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും പ്രത്യേക സംവിധാനമില്ല. ഈ സാഹചര്യത്തിലാണ് സെസ് ഏർപ്പെടുത്താനുള്ള പുതിയ നീക്കം. ലോറികൾ കുടിവെള്ളം ശേഖരിക്കുന്ന സ്രോതസ്സുകളെ ഭൂഗർഭജല വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിലൂടെ വെള്ളത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1000 ലിറ്ററിന് 20 മുതൽ 30 രൂപ വരെ സെസ്സായി ഈടാക്കുന്നതടക്കമുള്ള വിശദമായ ശുപാർശ ജില്ലാ ഭൂഗർഭ വകുപ്പിൽ നിന്ന് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കുടിവെള്ളം എടുക്കുന്ന സ്രോതസ്സുകളിൽ മീറ്റർ സ്ഥാപിച്ച് അളവെടുക്കും. മീറ്ററുള്ള സ്ഥലത്തു നിന്ന് മാത്രമായിരിക്കും കുടിവെള്ളം ശേഖരിക്കാൻ അനുമതി നൽകൂ. എന്നാൽ കാക്കനാട്ടെ അസുഖബാധയുടെ പശ്ചാത്തലത്തിൽ കളക്ടർ വിളിച്ച യോഗത്തിലെ തീരുമാനപ്രകാരം കുടിവെള്ള ടാങ്കറുകൾക്ക് നിറവും ബോണറ്റ് നമ്പറും നൽകിയിരുന്നു. ഇതനുസരിച്ച് ജില്ലയിൽ 579 ടാങ്കർ ലോറികൾക്കാണ് RTO ബോണറ്റ് നമ്പർ നൽകിയത്. പക്ഷേ നഗരത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ടാങ്കറുകൾ മാത്രമാണ് ബോണറ്റ് നമ്പർ വാങ്ങിയതെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.